എല്ലാ കൂട്ടുകാരും എന്തെടുക്കുന്നു? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോടാ? നല്ല മഴയാണോ? ഇന്ന് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിയാലോ? ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇതിലെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. എടാ, നമ്മൾ ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ കുഞ്ഞുമക്കളൊരു കാര്യം ചെയ്യണം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരണം കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ലൈൻസ് ആൻഡ് സർക്കിൾ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ലൈൻസ് ആൻഡ് സർക്കിൾ ആണ് അല്ലേ. എന്താ ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? വരകൾ. ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? വരകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വെറുതെ വരകളെയാണ് എന്തെന്ന് പറയുന്നത്? ലൈൻ എന്ന് പറയുന്നത്. എന്താ സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? വൃത്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് ലൈൻ മാക്സ്. നമ്മൾ എന്താ പറയുന്നത്? ലൈൻ മാക്സ് ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഇവിടെ എന്താണ്? 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എത്ര പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്? 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എൻ്റെ കുഞ്ഞുമക്കൾ ഒരു കാര്യം ചെയ്യണം. എന്താന്ന് വെച്ചാല് നിങ്ങളുടെ മാത്സിന്റെ ടെസ്റ്റ് കയ്യിലെടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാ നോക്കിക്കേ, പിക്ചേഴ്സിൽ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത്? ഫസ്റ്റ് വണ്ണ് ബ്രിഡ്ജ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ബ്രിഡ്ജ് അല്ലെങ്കിൽ പാലമാണ്. രണ്ടാമത്തെ പിക്ചറിൽ എന്താ കൊടുത്തേക്കുന്നത്? നമ്മുടെ കുത്തബ് മിനാർ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. കുത്തബ് മിനാർ ഉണ്ട്. അതിന്റെ മുന്നിൽ എന്തുണ്ട്? ഒരു തൂണ് നിപ്പുണ്ട് അല്ലേ. കുത്തബ് മിനാറും ഉണ്ട്, അതിന് മുന്നിൽ എന്തുണ്ട്? ഒരു തൂണുമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുത്തബ് മിനാർ ആൻഡ് എന്താണ്? സ്റ്റാൻഡിങ് സ്ട്രൈറ്റ് ലൈന് അയൺ പില്ലർ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഒരു തൂൺ അല്ലെങ്കിൽ ഒരു പില്ലർ അല്ലെങ്കിൽ അയണിന്റെ പില്ലർ എന്ന് വെച്ചാൽ ഇരുമ്പിന്റെ തൂണാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? പിസ ടവർ ആണ്. അടുത്ത എന്താണ്? പിസ ടവർ ആണ്. ഇത് മൂന്നാമത്തെ കേട്ടോ. ഇത് പിസ ടവർ ആണ്. ലാസ്റ്റ് വൺ എന്താ? നാലാമത്തത് ഒരു ടേബിൾ ആണ് അല്ലേ. നാലാമത്തത് എന്താണ്? ഒരു ടേബിൾ ആണ്. അപ്പൊ എൻ്റെ കൂട്ടുകാരെ ഈ 4 പിക്ചേഴ്സും കണ്ടോ? കണ്ടു അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താ പറയാനല്ലേ നോക്കിയാലോ. ഡിഡ് യു സീ ദിസ് പിക്ചർ? നിങ്ങൾ ഈ പിക്ചർ എല്ലാം കണ്ടില്ലേ? കണ്ടു അല്ലേ. എ ബ്രിഡ്ജ് മെയ്ഡ് വിത്ത് അപ്രൈറ്റ് പില്ലേഴ്സ് ആൻഡ് സ്ലാൻഡഡ് സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പാലം അല്ലെങ്കിൽ ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജിൽ നേരെ കുത്തനെയുള്ള എന്തുണ്ട്? കുത്തനെയുള്ള തൂണുകളുമുണ്ട് അല്ലെങ്കിൽ പില്ലേഴ്സും ഉണ്ട്. അതേപോലെ ചെരിഞ്ഞിട്ടുള്ള പില്ലേഴ്സും ഉണ്ട്. ശരിയല്ലേ? ഇവിടെ നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിൽ കുത്തനെയുള്ള പില്ലേഴ്സ് ഇല്ലേ? ഉണ്ട് അല്ലേ. ചെരിഞ്ഞിട്ടുള്ള പില്ലേഴ്സും ഇവിടെ ചെരിഞ്ഞിട്ടുള്ള ആൾക്കാരും ഇല്ലേ? ഉണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? കുത്തബ് മിനാർ ആൻഡ് അയൺ പില്ലർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ്. അപ്പൊ കുത്തബ് മിനാറും അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ കുത്തബ് മിനാറിന്റെ മുന്നിൽ ആര് നിപ്പുണ്ട്? ഒരു അയൺ പില്ലർ. അയൺ പില്ലർ എന്ന് വെച്ചാൽ എന്താടാ? അയൺ പില്ലർ എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെയാണ് കേട്ടോ അയൺ പില്ലർ എന്ന് പറയുന്നത്. ഈ ഒരു പില്ലറിനെയാണ് അയൺ പില്ലർ അല്ലെങ്കിൽ ഇരുമ്പിന്റെ പില്ലർ എന്ന് പറയും കേട്ടോ. അല്ലെങ്കിൽ ഇരുമ്പിന്റെ തൂണെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇരുമ്പിന്റെ തൂണ് നിൽപ്പുണ്ട് അല്ലേ. കുത്തബ് മിനാർ ഉയർന്നു നിൽക്കുന്നു, അതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഇരുമ്പിന്റെ തൂണ് നിൽക്കുന്നു. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. നെക്സ്റ്റ് അടുത്തത് എന്താണ്? ദ ലേണിംഗ് ടവർ ഓഫ് പിസ. എന്താണ് അടുത്തത്? ഏതാണ്? നമ്മുടെ പിസ എന്ന് പറയുന്ന ഒരു ടവർ ആണ് അല്ലേ. ബിൽഡ് ത്രൂ വെർട്ടിക്കൽ ബട്ട് ടൈറ്റിലിംഗ് ഇൻ ടൈം. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഈ പിസ ടവർ പണിത സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പിസ ടവർ നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു നിന്നിരുന്നത് അല്ലെങ്കിൽ നേരെ വെർട്ടിക്കലായിരുന്നു. എന്നാൽ കുറച്ച് കാലക്രമേണ ഇതിന് എന്ത് സംഭവിച്ചു? ഇത് മെല്ലെ ടിൽറ്റിംഗ് ആയിട്ട് വന്നു കേട്ടോ. എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? ടിൽറ്റിംഗ് ആയിട്ട് വന്നു തുടങ്ങി. ടിൽറ്റിംഗ് മീൻസ് എന്താണ്? ഇത് ചെരിയാൻ തുടങ്ങി. A table made with planks of straight and slanted edges and length straight line and slanted. അപ്പോൾ എന്താണ് ഇവിടെ? നെക്സ്റ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ചെരിച്ച് വെട്ടിയ പലകകളുണ്ട്. എങ്ങനെ വെട്ടിയ പലകളുണ്ട്? ചെരിച്ച് വെട്ടിയതുമുണ്ട്. നിവർന്ന് ചെരിഞ്ഞുള്ള കാലുകളാണ്. ചില കാലുകൾ എന്താണ്? നിവർന്നതാണ്. ചെരിഞ്ഞുള്ള എന്തുണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്? കാല് അല്ലെങ്കിൽ ലെഗ്സ് ഉണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആൻഡ് സ്ലാൻഡഡ് എഡ്ജ് ആൻഡ് ലെഗ്സ് സ്ട്രെയിറ്റ് ആൻഡ് സ്ലാൻഡഡ്. നേരെ ഉള്ളതുമുണ്ട്, ചെരിഞ്ഞിട്ടുള്ള കാലുകൾ ഉള്ളതുമുണ്ട്. Before actually building this bridge or table, accurate plans must be drawn. നമ്മൾ ഇനി ബിൽഡിംഗ് ആയിക്കോട്ടെ ടേബിൾ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള എന്ത് വേണം എന്നാടാ? ഒരു പ്ലാൻ വേണം അല്ലേ. ആക്യുറേറ്റ് ആയിട്ടുള്ള എന്ത് വേണം? ഒരു പ്ലാൻ വേണം. Let us also start to draw first a rectangle. നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം.
വരയ്ക്കാം. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം മിസ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ ഒരു പേര് കൊടുത്താലോ? ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ബി എന്ന് പേര് കൊടുത്തു, ഇതിന് സി എന്ന് പേര് കൊടുത്തു, ഇതിന് ഡി എന്ന് പേര് കൊടുത്തു. ശരിയല്ലേടാ? ഇവിടെ മിസ് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണേ, ശ്രദ്ധിച്ചോണേ. എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എത്ര? എൻ്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞേടാ, ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. എ ബി എന്ന് പറയുന്ന വശം അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ നീളം എത്ര? എത്രയാടാ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ നീളം എത്ര? എ ബി എന്ന് വെച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളതല്ലേ. ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, 5 സെന്റിമീറ്റർ ആണ് അല്ലേ. ശരിയല്ലേ? ഇനി നെക്സ്റ്റ് മിസ് വേറൊരു ചോദ്യം ചോദിക്കാവേ, നിങ്ങൾ പെട്ടെന്ന് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ആരാ ഫസ്റ്റ് ഇടുന്നേ നോക്കട്ടെ. ഫസ്റ്റ് ഇടുന്നവരുടെ പേര് അടുത്ത മാത്സിന്റെ ക്ലാസ്സിൽ മിസ് പറയും കേട്ടോ. നെക്സ്റ്റ് അടുത്ത അപ്പൊ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം, നിങ്ങളുടെ പേര് ഇടണം കേട്ടോ കൂടെ. അടുത്തത് എ ഡി എന്ന് പറയുന്ന സൈഡ് എത്ര? ക്വസ്റ്റ്യൻ ഇതാണേ, എ ഡി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എത്ര? അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്തോ. ആരാ ഫസ്റ്റ് കമന്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ കേട്ടോ മിസ്സേ. ആരാണ് ഫസ്റ്റ് കമന്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആളെ പേര് മിസ് അടുത്ത ക്ലാസ്സിൽ പറയൂ കേട്ടോ. അപ്പോൾ എ ഡിയുടെ നീളം എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലേ. എ ഡിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് ലെറ്റ്സ് ഡ്രോ ദ ബോട്ടം ലൈൻ യൂസിങ് ദ സ്കെയില്. അപ്പം നമുക്ക് ആദ്യം എന്ത് വരയ്ക്കാം? അടിയിലെ ലൈൻ വരയ്ക്കാം അല്ലേ. ഈ ബോട്ടത്തിൽ കാണുന്ന ഈ താഴെ കാണുന്ന ലൈൻ വരയ്ക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? സ്കെയിൽ ഇല്ലേടാ, സ്കെയിൽ എടുക്കുക കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങളുടെ മുന്നിൽ ഒരു നോട്ട്ബുക്ക് തുറന്നു വെക്കുക. അപ്പം പെട്ടെന്നാവട്ടെ, ആദ്യം ഒരു നോട്ട്ബുക്ക് എടുത്ത് തുറന്നു വെച്ചേടാ. അപ്പം എല്ലാവരും വെച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സ്കെയില് മെല്ലെ ഇങ്ങോട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എന്തെടുക്കാനാണ്? സ്കെയില്. അങ്ങനെ സ്കെയിൽ എടുത്ത ശേഷം സ്കെയിൽ മാത്രം പോരാ, ആരെയും കൂടെ വേണടാ? പെൻസിലും വേണം കേട്ടോ. അങ്ങനെ പെൻസിലും വേണം. അങ്ങനെ നോട്ട്ബുക്ക് തുറന്നിട്ട് നോട്ട്ബുക്കിൻ്റെ ഒരു പേജ് എടുത്തിട്ട് 1 മുതൽ 5 സെന്റിമീറ്റർ നീളത്തിലൊരു ലൈൻ വരച്ചേ. 5 സെന്റിമീറ്റർ നീളത്തിൽ പെട്ടെന്നൊരു ലൈൻ വരച്ചേ. നെക്സ്റ്റ് അടുത്ത മിസ് പറയട്ടെ. വരച്ചില്ലേ? വരച്ചു അല്ലേ. Now from one end of this line, let's draw upward another line of a 3 centimeter. For this, we are going to use a set square from the geometric box. അപ്പം നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇല്ലടാ. ആ ബോക്സ് മെല്ലെ ഒന്ന് തുറന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതാണ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് കേട്ടോ. ഈ ടൈപ്പിലുള്ള ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും. എക്യുപ്മെന്റ് മെല്ലെ എടുക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലൈൻ വരയ്ക്കാൻ മിസ് പറഞ്ഞില്ലേടാ, ആ ലൈനിൻ്റെ ഒരു ഭാഗത്ത് എ എന്ന് പേര് കൊടുക്കുക. ലൈൻ്റെ ഒരു ഭാഗത്ത് എന്ത് പേര് കൊടുക്കുക? എ. എന്നിട്ട് നെക്സ്റ്റ് ഭാഗത്ത് ബി എന്ന് പേര് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഭാഗത്ത് എന്ത് പേര് കൊടുക്കുക? ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതിന് മിസ് എ എന്ന് പേര് കൊടുത്തു, ഇതിന് ഈ സൈഡ് ബി എന്ന് പേര് കേട്ടോ. എ എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതല്ലേ നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിൽ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇതേപോലെ കൊണ്ടുവന്ന് സെറ്റ് സ്ക്വയർ വെക്കുക. അപ്പം എല്ലാവരും വെച്ചോ? വെച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ താഴെ ഇവിടെ നിന്നാണ് 1 തുടങ്ങുന്നത്. 1, 2, 3 എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? 3 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വര ഇടുക. 3 എന്ന് പറയുന്ന പോയിന്റിൽ ചെറിയ വര ഇട്ടാൽ മതിയേ, വലിയ വരയൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതങ്ങോട്ട് കണക്ട് ചെയ്യാം. അതങ്ങോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അത് കണക്ട് ചെയ്യാം. ഇത്ര നിങ്ങൾ ചെയ്തോടാ? ചെയ്ത് കാണും അല്ലേ. ദാറ്റ് മേക്ക് ഹാഫ് ദ റെക്റ്റാങ്കിൾ. ഇപ്പം നമുക്ക് എന്തായി? റെക്റ്റാങ്കിളിൻ്റെ പകുതി ആയില്ലേ. നിങ്ങൾ പുസ്തകം എല്ലാം തുറന്നു നോക്കിക്കേ. നിങ്ങളുടെ നോട്ട്ബുക്ക് ഒന്ന് നോക്കിക്കേടാ. റെക്റ്റാങ്കിളിൻ്റെ പകുതി ആയില്ലേ. മിസ് പറയുന്ന പോലെ ഒന്ന് പേര് കൊടുക്കണേ. ഇതിന് എ എന്ന് പേര് കൊടുക്കുക, ഇതിന് ബി എന്ന് പേര് കൊടുക്കുക, ഇതിന് സി എന്ന് പേര് കൊടുക്കുക കേട്ടോ. ഇനി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. എ സി എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്ററുമാണ് അല്ലേ. നൗ ഇൻ ദ same way draw a 3 centimeter line straight up from the other end. ഇനി നെക്സ്റ്റ് അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ്? നിങ്ങളുടെ അതർ എൻഡ്. നെക്സ്റ്റ് അടുത്ത എൻഡിൽ നിന്ന് എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ സെറ്റ് സ്ക്വയർ കൊണ്ടുവന്ന് വെക്കുക. അപ്പം എന്താ എവിടെ നിന്ന് വെക്കേണ്ടത്? ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. ഏത് പോയിന്റ് വെക്കേണ്ടത്? കറക്റ്റ് ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ തിരിച്ചു വെക്കണം കേട്ടോ മക്കളെ. ഈ സാധനം എന്ത് ചെയ്യാം? തിരിച്ചു വെക്കുക. എന്നിട്ട് 3 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു കുത്തിടുക. കണ്ടല്ലോ. എന്നിട്ട് ജസ്റ്റ് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഇതിന് ഡി എന്ന് പേര് കൊടുക്കുക. കണ്ടല്ലോ. അപ്പം നിങ്ങൾ ആ കൂടെ തന്നെ ഒന്ന് വരച്ചേ.
വരച്ചോ? വരച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി സിയും ഡിയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി സിയും ഡിയും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് കണക്ട് ചെയ്യാം. By joining the top of the two vertical lines, we have our rectangle. അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ ഇതിന്റെ ടോപ്പ് രണ്ടും മിസ് അവിടെ കണക്ട് ചെയ്തില്ലടാ. ടോപ്പ് ഈ സൈഡും നമ്മൾ എന്ത് ചെയ്യാനാണ്? കണക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിന് എ എന്ന് പേര് കൊടുത്തു, ഇത് ബി എന്ന് പേര് കൊടുത്തു, സി എന്ന് പേര് കൊടുത്തു, ഇതിനെന്ത് പേര് കൊടുത്തു? ഡി എന്ന് പേര് കൊടുത്തു. സെറ്റ് അല്ലേ? അടുത്ത നോക്കാം അല്ലേ. ഡു നോട്ട് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. വി ഡിഡ് നോട്ട് ആക്ച്വലി മെഷർ ദ ടോപ്പ് ലൈൻ. Did we? Would it be also 5 centimeter? ഇനി നെക്സ്റ്റ് നിങ്ങളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ഇതിൽ നിന്ന് എന്ത് ചോദിക്കാൻ പോവാണ്? ഒരു ക്വസ്റ്റ്യന് ചോദിക്കാൻ അല്ലെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മുകളിലെ വര നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ടോപ്പിൽ എന്ത് ചെയ്തു? ഒരു ലൈൻ വരച്ചു അല്ലേ. ഏതാണ് ടോപ്പിലെ ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ടോപ്പിലെ ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ഇത് 5 സെന്റിമീറ്റർ തന്നെയാണോ? അത് ആക്ച്വലി എത്ര സെന്റിമീറ്റർ ആണോ എന്നാ ചോദിച്ചേക്കുന്നത്? 5 സെന്റിമീറ്റർ തന്നെയാണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ എ ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എത്ര സെന്റിമീറ്റർ ആവേണ്ടതുണ്ട്? 5 സെന്റിമീറ്റർ ആവേണ്ടതുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? മെഷർ ഇറ്റ് ആൻഡ് ചെക്ക്. നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? മെഷർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്? നമ്മുടെ സ്കെയിലെടുത്ത് സ്കെയിൽ എന്താ ചെയ്യേണ്ടത്? സ്കെയിലെടുത്ത് കറക്റ്റ് എന്ത് ചെയ്യുക? ഇത് സ്കെയിലെടുത്ത് കറക്റ്റ് ഈ ഡിയുടെ ഈ പോയിന്റിൽ കൊണ്ടുവന്ന് വെക്കുക. ഇവിടം വരെ എത്രയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. If you have drawn the left rectangle side without any slant, it will also be 5 centimeter. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചില്ലേ. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം. അവിടെ ഇവിടെ എന്ത് വരാൻ പാടില്ല? ചെരിവ് അല്ലെങ്കിൽ സ്ലാൻഡ് വരാൻ പാടില്ല കേട്ടോ. സ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ചെരിവ് വരാൻ പാടില്ല. ചെരിവ് വരാതെ വരച്ചാൽ മാത്രമേ അത് എത്ര സെന്റിമീറ്റർ ലഭിക്കുകയുള്ളൂ? 5 സെന്റിമീറ്റർ തന്നെ ലഭിക്കുകയുള്ളൂ. Now look at this picture. എന്താ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്ക്. ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലൈൻസ് എക്സാക്ട്ലി സ്ട്രെയിറ്റ്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡും അതേപോലെ റൈറ്റ് സൈഡും അതേപോലെ ഏതാണ്? റൈറ്റ് സൈഡും സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നേരെ തന്നെയാണോ വരച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണോ? ഏകദേശമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ. ദ റൈറ്റ് സൈഡ് സീംസ് ടു ബി എ ലിറ്റിൽ ഓഫ് ഡസ് നോട്ട് ഇറ്റ്. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? വലതു ഭാഗത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിന് ചെറിയൊരു ചെറിയൊരു മാറ്റം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി എന്ത് വെച്ച് ചെക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? ലെറ്റ് ചെക്ക് ഇറ്റ് വിത്ത് എ സെറ്റ് സ്ക്വയർ. ആര് വെച്ച് ചെക്ക് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? സെറ്റ് സ്ക്വയർ വെച്ച് ചെക്ക് ചെയ്യുക. അപ്പൊ നോക്കിയുടെ സെറ്റ് സ്ക്വയർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ചെറിയൊരു വിടവുണ്ട് അല്ലേ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ മക്കളെ. നോക്കിക്കേ. എടാ ചെറിയൊരു വിടവില്ലേ? ഉണ്ടല്ലേ. അപ്പൊ വരച്ചത് ശരിയായില്ല. നമ്മൾ വരച്ചത് ശരിയായോ? ഇല്ല, ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അല്ലേ. നൗ മെഷർ ദ ബോട്ടം സൈഡ് ആൻഡ് ടോപ്പ് സൈഡ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇനി കറക്റ്റ് നമ്മൾ വരച്ച ശേഷം ഇതിന്റെ മുകളിലെ ഭാഗം ഒന്ന് അളന്ന് നോക്കൂ. ആർ ദേ ഓഫ് ഈക്വൽ ലെങ്ത്. അപ്പം നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും ലെങ്ത്? ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ മുകളും എത്ര തന്നെ ആയിരിക്കും? 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും അല്ലേ. ലെറ്റ് ഡ്രോ അനദർ പിക്ചർ. ഇനി നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? വേറൊരു പിക്ചർ വരയ്ക്കുക. ഡ്രോ എ ലോങ് ലൈൻ ആൻഡ് മാർക്ക് ഓഫ് 5 സെന്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളോട് ഒരു വലിയ ലൈൻ വരയ്ക്കുക. അപ്പൊ എൻ്റെ കുഞ്ഞുമക്കൾ നോട്ട്ബുക്ക് പെട്ടെന്ന് എടുത്തിടാം. നോട്ട്ബുക്ക് പെട്ടെന്ന് എടുത്ത് എന്നിട്ട് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം മിസ് പറയുന്ന പോലെ ചെയ്യാം കേട്ടോ. ഒരു വലിയ ലൈൻ വരയ്ക്കാം. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ച് വലിയ ലൈൻ വരയ്ക്കാം. എല്ലാവരും വരച്ചോടാ? വരച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ സ്കെയിലിന്റെ 0 എന്ന് പറയുന്ന മെഷർമെന്റ് ഇല്ലേ, അത് കൊണ്ടുവന്ന് കറക്റ്റ് ഈ ഭാഗത്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ഈ ഭാഗത്ത് വെക്കുക. എന്നിട്ട് 0, 1, 2, 3, 4 കറക്റ്റ് 5 എത്തുന്ന പോയിന്റിൽ ചെറിയൊരു കുത്തിട്ട് വെക്കുക. 5 എത്തുന്ന പോയിന്റിൽ ചെറിയ ഒരു കുത്തിടുക. ഓക്കെ, എല്ലാവരും വരച്ചു അല്ലേ. ഇനി നേരത്തെ നമ്മുടെ സെറ്റ് സ്ക്വയർ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നോ? ആ സെറ്റ് സ്ക്വയർ എടുത്ത ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ അറ്റത്ത് കൊണ്ടുവന്ന് വെക്കുക. ഓക്കെ, സെറ്റ് സ്ക്വയർ എടുത്ത് താഴോട്ട് പോകുന്നുണ്ട്. നമുക്ക് പറഞ്ഞു പോവാം.
place the longer set square at the left end and in the picture below and draw a line. ഇനി സെസ്ക്വയർ ഏതാ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നീളം കൂടിയ കാലുള്ള ഇതേപോലെ നീളം കൂടിയത് കാണാം കേട്ടോ. അതാ ഈ അറ്റം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരാളെ കാണാം. ആ സെസ്ക്വയർ ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ആ സെസ്ക്വയർ ഒന്ന് എടുത്തേടാ. പെട്ടെന്ന് ആ സെസ്ക്വയർ ഒന്ന് എടുത്തോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 5 എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവന്നിട്ട് ഈ സെസ്ക്വയർ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കാം. കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നീളം ഒരു വര വരച്ചിട്ട് 5 സെന്റിമീറ്റർ അളന്ന് ഇവിടെ ഒരു പോയിന്റ് വരയ്ക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നമ്മുടെ സെസ്ക്വയർ ഇതിലിങ്ങനെ നേരെ നിരക്കി ഇങ്ങനെ നീക്കിയിട്ട് കറക്റ്റ് ഈ പോയിന്റിൽ ഇതിന്റെ ഈ അറ്റം എത്തുന്ന ഭാഗത്ത് വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇതേപോലെ നീട്ടിയൊരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് പറഞ്ഞത് മാർക്ക് ഓഫ് 3 സെന്റിമീറ്റർ on both the slanted lines and erase the rest of the line. ഇനി നമ്മളിവിടെ നീട്ടിയൊരു വരയൊക്കെ വരച്ചിട്ടില്ലേ? അതപ്പോൾ ഒരുപാടൊന്നും വേണ്ട. ഇവിടെ സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ സെസ്ക്വയർ വെച്ചിട്ട് തന്നെ അളക്കാം. സ്കെയിൽ വെച്ചിട്ട് ഒരു 3 സെന്റിമീറ്റർ വീതം അളന്ന് ലൈൻ ഇട്ട് വെക്കുക കേട്ടോ. 3 സെന്റിമീറ്റർ മാത്രം എടുത്തിട്ട് അളന്ന് ലൈൻ ഇട്ട് വെക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, മായ്ക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യുക, ബാക്കി വരുന്ന ഭാഗങ്ങൾ മായ്ച്ച് കളയുക എന്നാ പറഞ്ഞേക്കുന്നത്. ഡ്രോ എ ലൈൻ ജോയിനിങ് ദിസ് 2 ends. ഇറേസ് ദ പാർട്ട് ഓഫ് ദ ബോട്ടം ലൈൻ ഓൾസോ ബിയോണ്ട് ദ 5 സെന്റിമീറ്റർ മാർക്ക്. ഇനി ഒരു കാര്യം ഇവിടെ ചെയ്യണം. 5 സെന്റിമീറ്റർ നമ്മൾ കുറച്ച് നീക്കി വരച്ചില്ലേ? ആ നീട്ടി വരച്ചത് നമ്മളോട് മായ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എന്താണ് ഇവിടെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കുറച്ച് മുകളിലോട്ട് ഉണ്ടാവുമല്ലോ, ഇവിടെയും കുറച്ച് മുകളിലോട്ട് ഉണ്ടാവുമല്ലോ. അത് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ ഇറേസർ എടുത്തിട്ട് ഇതും മായ്ക്കാനാണ്. അപ്പൊ ഏകദേശം എടാ ഈ രീതിക്ക് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടോ നോക്കിക്കേ. ഈ രീതിക്ക് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഒരു കാര്യം കൂടെ ചെയ്യാൻ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ പേരൂടെ കൊടുക്കാൻ പഠിക്കുക കേട്ടോ. B C D എന്ന പേര് കൊടുക്കുക. ഇനി പറഞ്ഞേക്കുന്നത് മെഷർ ദ ടോപ്പ് സൈഡ്. എന്ത് ചെയ്യുക, ഇതിന്റെ ടോപ്പ് സൈഡ് എന്ത് ചെയ്യുക, മെഷർ ചെയ്യാൻ പറ്റുമോ? ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് നമ്മൾ വരച്ച് കറക്റ്റ് ആണെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ തന്നെ കിട്ടണം? 5 സെന്റിമീറ്റർ തന്നെ കിട്ടണം എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇഫ് യു യൂസ് ദ അതർ corner of the set square instead we will get a picture like this. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് അടുത്തൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, 5 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്, 5 സെന്റിമീറ്റർ വെച്ച് ലൈൻ വരച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ഉപയോഗിച്ച വശമില്ലടാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം, മിസ് പറഞ്ഞുതരാവേ, ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കണേ, ഈ സെസ്ക്വയറിന്റെ ഈ വശം വെച്ചിട്ടല്ലേ നമ്മൾ വരച്ചത് അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വശം വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ ഈ വശം വെച്ചിട്ടാണ് വരച്ചത്. ഇനി ഈ ഒരു വശം വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയാലോ എങ്ങനെയാ വരയ്ക്കുന്നത് നോക്കിയാലോ. ആ വശം വെച്ചിട്ട് എങ്ങനെയാ വരയ്ക്കാന്ന് കേട്ടോ. ആ വശം വെച്ച് വരയ്ക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ വരിക. ഈ വശം 3 സെന്റിമീറ്റർ എടുക്കുക. ഈ വശം ഇവിടെയും അതേപോലെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് 3 സെന്റിമീറ്റർ എടുക്കുക. തമ്മിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. വി ക്യാൻ ഡ്രോ അനദർ പിക്ചർ ആസ് ഗിവൺ ബിലോ യൂസിങ് ദ കോർണർ ഓഫ് ദ അതർ സ്ക്വയർ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതേപോലെ തന്നെ മട്ടത്തിൻ്റെ മൂല ഉപയോഗിച്ച് പലതരത്തിലുള്ള ചെരിവുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചേഴ്സ് വരയ്ക്കാം കേട്ടോ. മെഷർ ദ ടോപ്പ് സൈഡ് ഓഫ് ഈച്ച് പിക്ചർ ആർ ദേ 5 സെന്റിമീറ്റർ ലോങ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സൈഡ് എത്രയാണോ വരുന്നത്, 5 സെന്റിമീറ്റർ തന്നെയാണോ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇൻ ആൻ ഏർലിയർ പിക്ചർ when the right side was a little tighter the length of the top side is changed. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പിക്ചർ വരച്ചില്ലേ, അപ്പോൾ അതിൻ്റെ സൈഡ് കുറച്ചൊന്ന് കുറച്ചൊന്ന് മാറി വരച്ചിരുന്നു നമ്മളല്ലേ. അപ്പോൾ അതിൻ്റെ 5 സെന്റിമീറ്റർ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്, അല്ല കുറച്ചൊരു മാറ്റം ഉണ്ടാവും അല്ലേ. ബട്ട് ഇൻ ഓൾ ദ 3 പിക്ചേഴ്സ് ഡ്രോ നൗ ത്രൂ എ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് വേർ ടൈറ്റിൽഡ് ദ ടോപ്പ് ലെങ്ത് ഡിഡ് നോട്ട് ചേഞ്ച്. അപ്പോൾ പിന്നെ നമ്മൾ വരച്ചതൊക്കെ നമ്മൾ നല്ല സൂക്ഷിച്ച് വരച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ സൈഡ്സ് ഒന്നും മാറാണ്ടെയാണ് നമ്മൾ വരച്ചത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചത്, അതിൻ്റെ സൈഡ്സ് ഒന്നും മാറിയില്ല. അപ്പോൾ നമ്മൾ താഴെ ഇവിടെ
എന്താണ് ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ് വരച്ചതെങ്കിൽ ഇവിടെ നമുക്ക് എത്ര തന്നെ കിട്ടി? 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയില്ലേ? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? വിൽ ദ ലെങ്ത് ഓഫ് ദ ടോപ്പ് സൈഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഈവൻ ഇഫ് വി ടിൽറ്റ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ടു എനി എക്സ്റ്റെൻറ്റ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? രണ്ട് വശത്തേക്കും നീളം മാറ്റിയൊക്കെ വരച്ച് നോക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താണ് നീളം മാറ്റിയും അതേപോലെ കുറച്ചുകൂടെ ചെരിച്ചാലൊക്കെ നമ്മുടെ എന്താണ് നീളം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? സപ്പോസ് വി പുട്ട് ദ സെറ്റ് സ്ക്വയർ അറ്റ് ദ എൻഡ് ഓഫ് ദ 5 സെൻറ്റിമീറ്റർ ലൈൻ ലൈക്ക് ദിസ്. 5 സെൻറ്റിമീറ്റർ വരയുടെ രണ്ടറ്റവും മട്ടം വെച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേടാ, നമ്മൾ എങ്ങനെ മിസ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ 5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ കൊണ്ടുവന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ ഒരു മൂല ഈ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി? ഒരു ഈ ഭാഗം മായ്ച്ച് കളയണോട്ടോടാ. എനിക്ക് ഈ ഭാഗമായിട്ട് മായ്ക്കാൻ പറ്റുന്നില്ല, മൊത്തം ലൈന് മാഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് മായ്ച്ച് കളയണേ. അപ്പോൾ എന്താണ് ഇത്? നമുക്ക് കിട്ടിയ സാധനം എന്താണ്? ട്രയാങ്കിൾ ആണ് അല്ലേ? സാധനം എന്താണ്? ട്രയാങ്കിൾ ആണ്. ഹൗ അബൌട്ട് മാർക്കിംഗ് 3 സെൻറ്റിമീറ്റർ ഓഫ് ഫ്രം ദ ബോത്ത് സ്ലാൻഡഡ് ലൈൻസ് ആൻഡ് ജോയിനിങ് ദ എൻഡ്സ്. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? രണ്ടറ്റവും നമ്മൾ കണക്ട് ചെയ്ത് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി മുകളിൻ്റെ ഭാഗത്തൊന്ന് ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. മുകൾ ഭാഗം എങ്ങനെ വരയ്ക്കാനാണ്? ചേർത്ത് വരയ്ക്കാനാണ്. അപ്പോൾ ചേർത്ത് വരയ്ക്കുമ്പോൾ വേറൊരു മെത്തേഡാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് ട്രയാങ്കിളും ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഒരു ചെറിയ ചെരുവിൽ വരച്ചിട്ടുണ്ട്. അതെങ്ങനെയാ നോക്കിക്കേ. ആദ്യം 5 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെ ഈ രണ്ടറ്റവും ഇത്രയേ എന്ത് കൊടുത്തിട്ടുള്ളൂ? ചെരുവ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്ത് ചെയ്തു? ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ നോക്കിക്കേടാ, ഇത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതൊരു 5 സെൻറ്റിമീറ്റർ വരില്ല കേട്ടോ. ഇത് ഏകദേശം ഒരു 3 സെൻറ്റിമീറ്ററോ ചിലപ്പോൾ 3 ഉണ്ടാവില്ല, ഏകദേശം 2 സെൻറ്റിമീറ്ററൊക്കെ വരുള്ളൂ. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെരുവ് മാറുന്നതുകൊണ്ടാണ് കേട്ടോ. ആദ്യം മുകൾ ഭാഗത്തൊക്കെ കറക്റ്റ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 5 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മളിപ്പോൾ വരച്ച ഈ പിക്ചറില്ലേ, ഇത് ഈ ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. ഈ ലൈൻ മുകളിലോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് കിട്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ട്രയാങ്കിൾ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. We have measured the slanted side of the triangle. Now using the scale and set square, try drawing this picture. എന്നിട്ട് നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഇങ്ങനൊരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സ്ലാൻഡഡ് എത്രയാണ് എന്ന് ചെക്ക് ചെയ്തിട്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്. ജസ്റ്റ് 5 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക? ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഏകദേശം ഒരു ചെരുവിൽ അങ്ങോട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തും സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോയിന്റിൽ കണക്റ്റ് ആവുന്നുണ്ടോ എന്നത് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അമ്മമാരുടെ സഹായത്തിൽ മാത്രം വരയ്ക്കുക കേട്ടോ. നിങ്ങൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് കറക്റ്റ് അവിടെ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അമ്മമാരെയും കൂടെ കൂട്ടിയിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.